നമസ്കാരം. യേശു ക്രിസ്തുവിന്റെ പാഠങ്ങൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുന്നുവെന്നായിരുന്നു മോദിയുടെ വാക്കുകൾ. അതിന് തുടർക്കഥ എന്നോണം വൈരുദ്ധ്യമായ പ്രവർത്തനങ്ങളാണ് രാജ്യത്താകമാനം. ഛത്തീസ്ഗഡിലാകട്ടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നവർക്ക് എതിരെ കെർവാപ്പസി ഉൾപ്പെടെയുള്ള ഭീഷണികളുമായാണ് സംഘപരിവാർ സംഘടനയുടെ കടന്നുകയറ്റം. അങ്ങ് ഛത്തീസ്ഗഡിൽ മാത്രമല്ല, കേരളത്തിലും മോദി സന്ദേശത്തിന് വിപരീത പ്രവർത്തനങ്ങളാണ് സംഘപരിവാർ സംഘടനകൾ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം തടയാൻ ശ്രമിച്ച വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ക്രിസ്തുമസ് ആഘോഷത്തിന് വേഷമണിഞ്ഞ് കരോൾ നടത്തുമ്പോഴാണ് പ്രവർത്തകർ എത്തിയത്. നരേന്ദ്രമോദി പ്രസംഗിച്ചതൊക്കെയും വെറും പാഴ്വാക്കുകൾ ആയി മാറുന്ന കാഴ്ചയാണ് രാജ്യത്തുടനീളം കാണപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു വോട്ട് രാഷ്ട്രീയമായാണ് BJP മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ് എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായ ആമുഖത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ അതിന് വൈരുദ്ധ്യമായാണ് BJPയുടെ പ്രവർത്തനങ്ങൾ. ക്രൈസ്തവ സഭകളെ കേരളത്തിൽ അടുപ്പിച്ചു നിർത്തണമെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം നിലനിൽക്കെയാണ് ഇത്തരം പ്രവണതകൾ കേരളത്തിൽ അരങ്ങേറുന്നത്. പ്രധാനമന്ത്രി ഡൽഹിയിൽ CBCI ആസ്ഥാനം സന്ദർശിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയായിരുന്നു പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിന് നേരെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആക്രമണം. തീർത്തും ഹിന്ദുത്വവാദികൾ ആയി മാറി മറ്റു മതങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. മതപരിവർത്തനത്തിനായുള്ള മാർഗങ്ങളായാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ക്രിസ്മസ് ആഘോഷങ്ങളെ കാണുന്നത് എന്നതും വളരെ വിചിത്രമായ കാഴ്ചപ്പാട് തന്നെയാണ്. ഇതിൽ തുടർക്കഥയായി തത്തമംഗലത്ത് GBUP സ്കൂളിൽ പുൽക്കൂട് അജ്ഞാതർ തകർത്തിരിക്കുകയാണ്. അതിനു പിന്നിൽ ആരെന്ന ചോദ്യത്തിനു നേരെയും സംഘപരിവാർ ശക്തികൾ ആകാമെന്ന സാധ്യത നിലനിൽക്കുകയാണ്.